ഹലോ ഫ്രണ്ട്സ്, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു ഗ്രേപ്സിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാം. ഇത് ഞാനൊരു 200 ഗ്രാം ഗ്രേപ്സ് കാണും. ഇത് കഴുകി അരമണിക്കൂർ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ്, ഒരു പിഞ്ച് കുരുമുളക് പൊടി, ചെറിയൊരു പിഞ്ച് കുരുമുളക് പൊടി, 1 സ്പൂൺ നാരങ്ങ നീര്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഈ ഗ്രേപ്സിനെ നമുക്ക് തിളച്ച വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഗ്രേപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. തിളച്ച വെള്ളത്തിൽ കിടന്ന് ഗ്രേപ്സ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഗ്രേപ്സൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. നമുക്ക് ഈ ഗ്രേപ്സ് ഒരു അരിപ്പത്തവി കൊണ്ട് കോരി ഇങ്ങനെ ഒരു അരിപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തൊന്ന് നല്ലതുപോലെ ജ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു അരിപ്പയിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനൊന്ന് മാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ എൻ്റെ ജ്യൂസ് എടുത്തുകൊണ്ട് വരാം. നമ്മൾ ഈ വെന്ത ഗ്രേപ്സിനെ എല്ലാം മാഷ് ചെയ്ത് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത്രയും ജ്യൂസ് ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇതിനിപ്പോൾ ഒരു ഇളം ചൂടുണ്ട്. നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിരുന്നല്ലോ ഗ്രേപ്സ്, അതുകൊണ്ട് ഇളം ചൂട് ഇപ്പോഴും ഉണ്ട് ഈ ജ്യൂസിന്. നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് ജ്യൂസ് മിക്സ് ചെയ്ത് തയ്യാറാക്കാം. നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ലെമൺ ജ്യൂസ്, പെപ്പർ പൗഡർ, ഷുഗർ സിറപ്പ്, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് തയ്യാറാക്കാം ജ്യൂസ്. ആദ്യം കുറച്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ്സിലേക്ക്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി വീണ്ടും നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് ഒഴിക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ പിഞ്ച് കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സിമ്പിൾ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കുരുമുളക് പൊടി ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചിലപ്പം പുളിയുള്ള ഗ്രേപ്സൊക്കെ ആണെങ്കിൽ ചിലർക്കൊക്കെ അത് കഴിക്കുമ്പം ത്രോട്ട് ഇറിറ്റേഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ടാൽ അത് ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം വീണ്ടും ഒരു സിമ്പിൾ വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്